ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തുവിടുകയാണ് മാതൃഭൂമി ന്യൂസ്. 2019 മാർച്ചിൽ സ്വർണ്ണവാതിൽ മാറ്റി സ്ഥാപിച്ചപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞ നിലയിലുള്ള ചിത്രങ്ങളാണ് പുറത്തുവിടുന്നത്. പിന്നീട് 4 മാസം കഴിഞ്ഞ് എങ്ങനെ ഈ സ്വർണം ചെമ്പായെന്നാണ് ദേവസ്വം അധികൃതർ ഇനി വിശദീകരിക്കേണ്ട. ദർശൻ ഏറ്റവും നിർണായകമായ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ദിവിഷ 2019 ജൂലൈയിൽ ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ കവചം സ്വർണം പൂശാനെന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് അത് ചെമ്പ് പാളി സ്വർണം പൂശാനെന്ന് പറഞ്ഞാണ് കൊടുത്തിരുന്നത്. അതങ്ങനെയല്ല, അത് ചെമ്പ് പാളിയല്ല, അത് സ്വർണം പാളിയായിരുന്നു, വിജയമല്യ സ്വർണം പൂശിയ പാളിയായിരുന്നു എന്ന് മാതൃഭൂമി ന്യൂസ് നിരവധി തെളിവുകൾ കൊണ്ട് തെളിയിച്ചിരുന്നു. അത് പക്ഷേ വീണ്ടും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞത് അത് ചെമ്പ് തന്നെ ആയിരുന്നു എന്നാണ്. അങ്ങനെ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കേൾക്കാം. 44 കിലോ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു, 38 കിലോയെ തിരിച്ചു വന്നുള്ളൂ, 6 കിലോ സ്വർണം കാണാനില്ല. ഇതൊരു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞ അഭിപ്രായമാണ്. യഥാർത്ഥത്തിൽ ഇത് ചെമ്പ് അന്നേരമാണ് ഞാൻ പറഞ്ഞത് ചെമ്പ് പാളിയാണ്. പാളി ചെമ്പ് തന്നെയാണ്. അത് പൂശുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ദിവിഷ, അതിൽ ഒരു പൂശുമില്ലായിരുന്നു, അത് ചെമ്പുപാളിയുമായിരുന്നില്ല. അങ്ങനെ തെളിയിക്കാൻ പറ്റുന്ന സുപ്രധാനമായൊരു തെളിവ്, ഒരു പക്ഷേ നമ്മൾ ഒരുപാട് തെളിവുകൾ പുറത്തുവിട്ടെങ്കിലും അയ്യപ്പസ്വാമിയുടെ കയ്യൊപ്പുണ്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തെളിവാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇത് 2019 മാർച്ച് മാസം ശബരിമല സന്നിധാനത്ത് നടന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങെന്ന് പറയുന്നത് ശ്രീകോവിലിൻ്റെ പുതിയതായി തീർത്ത സ്വർണ്ണവാതിൽ ഘടിപ്പിക്കുന്ന ആ ചടങ്ങാണ് നടക്കുന്നത്. അതിൻ്റെ ദൃശ്യമാണിത്. അതിൽ കണ്ഠര് രാജീവർ തന്ത്രി നിൽക്കുന്നത് കാണാം. ഈ തൊഴിലാളികൾ അത് മേൽശാന്തിക്ക് കൈമാറുന്ന, വാതിൽ കൈമാറുന്ന ദൃശ്യങ്ങളും കാണാം. ആ ദൃശ്യത്തിൽ വ്യക്തമായി കാണാം ദ്വാരപാലക ശില്പങ്ങൾ. ആ ദ്വാരപാലക ശില്പത്തിൽ അന്നുള്ളത് സ്വർണ്ണ കവചമാണ് എന്നും ഈ ചിത്രത്തിൽ മനസ്സിലാക്കാം. 2019 മാർച്ച് മാസത്തിലാണ് ഈ സ്വർണ്ണ കവചം അണിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ ഉള്ളത്. ഇതാണ് 2019 ജൂലൈ ആയപ്പോഴേക്കും അന്നത്തെ ദേവസ്വം ബോർഡിന് ചെമ്പ് പാളിയായി മാറുകയും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ എടുത്തു കൊടുക്കുകയും ചെയ്തത്. ഇതേ ചിത്രത്തിലുള്ള ആൾക്കാർ, അതാണ്ട് ഈ വ്യക്തി അടക്കം ഉള്ളവരാണ് ഈ ദൃശ്യത്തിലുള്ളവരെ. ഇവരാണ് ആ സ്വർണ്ണപ്പാളി, ആ സ്വർണ്ണവാതിൽ സന്നിധാനത്ത് എത്തിച്ചവർ. അവർ പിന്നീട് ആ സ്വർണ്ണവാതിൽ സ്ഥാപിച്ച ശേഷം, അത് ശ്രീകോവിൽ അടച്ച ശേഷം അതിൻ്റെ മുന്നിൽ നിന്ന് എടുത്ത ചിത്രമാണ്. ആ ചിത്രത്തിൽ നമുക്ക് വ്യക്തമായി കാണാം ഇത് രണ്ടുമാണ് ദ്വാരപാലക ശില്പങ്ങൾ. ആ 2 ശില്പങ്ങളും സ്വർണം കവചം അണിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കതിൻ്റെ നിറവ്യത്യാസവും കൂടി ഒന്ന് പരിശോധിക്കാം. ഇതും രണ്ടും സ്വർണ്ണമാണ്. ഈ വാതിലും സ്വർണ്ണമാണ്, പക്ഷേ ഈ പടികൾ സ്വർണ്ണമല്ല. അതിൻ്റെ നിറം ഒരല്പം മങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കവചങ്ങളും 2019 മാർച്ച് വരെ സ്വർണ്ണ കവചം തന്നെയായിരുന്നു. അത് 1998 വിജയമല്യ സ്വർണ്ണ പതിഞ്ഞ അതേ കവചം തന്നെയാണ്. അത് പിന്നെ എങ്ങനെയാണ് ജൂലൈ ആയപ്പോഴേക്കും ചെമ്പായത് എന്നുള്ള സംശയമാണ് ഇനി ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ ചെമ്പെന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തത് വിജയമല്യ സ്വർണം പൊതിഞ്ഞ അതേ സ്വർണ്ണപ്പാളി തന്നെ ആയിരുന്നു എന്ന് വ്യക്തമാണ്. മാത്രമല്ല, നേരത്തെ നമ്മൾ ഈ തെളിവുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു. 98 വിജയമല്യ നൽകിയ ചെമ്പുപാളി സ്വർണം പൊതിഞ്ഞ ആ പാളി ഇനി 2019 മുൻപ് അതിനിടയിലെങ്ങാനും എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ ചെമ്പ് കൊണ്ട് വെച്ചോന്ന്, അങ്ങനെ വെച്ചിട്ടില്ല എന്നുകൂടി വിശദീകരിക്കുന്ന തെളിവാണിത്. 98 വെച്ച അതേ പാളി തന്നെയാണ് 2019 മാർച്ചിലും ഈ ദ്വാരപാലക ശില്പങ്ങളിലുള്ളത്. പക്ഷെ 3 മാസം കൊണ്ട് ചെമ്പാകാൻ ആ കൃത്യമായി അത്രയും ദിവസങ്ങളിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അത് ആ സമയത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ആ സമയത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചുമതലപ്പെട്ട ആളുകളുണ്ടല്ലോ, ദേവസ്വം ബോർഡിന്റെയും ഒക്കെ ജീവനക്കാരുണ്ട്. ഇവർക്കൊക്കെ ഇവരുടെ ആരുടെയെങ്കിലും ഒക്കെ സമ്മതമില്ലാതെയോ അറിവില്ലാതെയോ ഒന്നും ഈ സ്വർണം അവിടെ നിന്ന് പോകില്ല എന്ന് വ്യക്തമാണ്. ഇത് വെറും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിന് പിന്നിൽ ചരട് വലിക്കുന്ന ആളുകൾ ആരൊക്കെയോ ഉണ്ട്. അത് എന്തൊക്കെ രീതിയിലാണ് അവരുടെ വിഹിതങ്ങൾ ഓരോരുത്തർക്കും എത്തിയത് എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. ഇപ്പോഴും ദേവസ്വം ബോർഡ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നതല്ലാതെ കൃത്യമായൊരു അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ, ഇത് അയ്യപ്പന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അയ്യപ്പനെ കാണുന്ന ലക്ഷോപലക്ഷം വിശ്വാസികളുടെ മനസ്സ് നൊന്ത് നിൽക്കുന്ന സമയമാണ്. അതിൻ്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് സജീവമായി ഇപ്പോഴും പുറത്തിറങ്ങാത്ത? ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനല്ല മറ്റേ ആൾക്കാണ് ചുമതല, എനിക്കല്ല മറ്റേ ആൾക്കാണ് ചുമതല എന്ന് പറഞ്ഞു നിൽക്കുന്നതല്ലാതെ.
ദിവിഷ്, ഇതിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ തെളിവുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ കാണുന്ന കവചങ്ങൾ, ഈ ദ്വാരപാലക ശില്പങ്ങളുള്ള കവചങ്ങൾ മോഷ്ടിക്കപ്പെട്ടോ എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത്. കാരണം 98-ൽ വിജയമല്യ സ്ഥാപിച്ച അതേ കവചങ്ങൾ 2019 മാർച്ച് വരെയുണ്ട്. അതിനുശേഷം ജൂലൈയിലാണ് ഈ കവചങ്ങൾ ചെമ്പാണെന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തത്. പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് ഈ ഒരു മാസത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി ഒരു മാസത്തിന് ശേഷമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയത് പുതിയ ചെമ്പുപാളിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ ചെമ്പുപാളിയിലാണ് സ്വർണം പൊതിഞ്ഞ് വീണ്ടും സന്നിധാനത്തേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യവും വ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ ഈ കവചങ്ങളല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തുകൊണ്ട് പോയ ഈ കവചങ്ങളല്ല പിന്നീട് തിരിച്ച് സന്നിധാനത്തെത്തിയത്. അപ്പോൾ ഈ കവചങ്ങൾ എവിടെ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അത് സംബന്ധിച്ച് ഇത്രയും തെളിവുകൾ വന്നിട്ടും ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വർണം മോഷണം പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരമുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയ മുഖ്യമന്ത്രിയെയോ സംസ്ഥാന പോലീസ് മേധാവിയോ സമീപിക്കാത്തത് എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത്. ശരി, ഇതിനെന്തായാലും ദേവസ്വം ബോർഡ് ഉത്തരം പറഞ്ഞേ മതിയാകൂ. അടുത്ത മണ്ഡലകാലം ആരംഭിക്കാൻ ഇനി കഷ്ടി 1.5 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ ഈ സംഭവങ്ങൾ കലങ്ങി തെളിയുമോ? യഥാർത്ഥ കുറ്റവാളികൾ, അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തു കൊണ്ടുപോയ കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ വരുമോ എന്നതാണ് വിശ്വാസി സമൂഹം ഉറ്റുനോക്കുന്നത്. ആർ അനന്തകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.